ഫോട്ടോഗ്രാഫിൽ എടുത്ത് അതിന് വീഡിയോ ക്ലിപ്പ് ഇട്ട് പറക്കും. അത് ഏതൊക്കെ പിന്നെ ന്യൂസിന് ചാനലുകാരാണ് അവിടെ അപ്പൊ അതില് കുറച്ച് ആളുകൾ മാത്രമേ എനിക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഒന്ന് മാറും ഓക്കെ. ബഹുമാനപ്പെട്ട കോഴിക്കോട് മൊഴി സാഹിത്യം നിർവഹിച്ചിരിക്കുകയാണ്. ഭിന്നശേഷിയെ ഉദ്ഘാടനം നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. വേണ്ടി ഇതെന്നും നാട്ടിൽ നിലനിൽക്കേണ്ടതും അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം 3 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഇതെന്നും നാട്ടിൽ നിലനിൽക്കേണ്ടതും ഹോം കെയർ വാഹനം എത്തുന്നുള്ള തിരിച്ചറിവ് ഇത് നാട്ടിൽ നിലനിർത്തുന്നുള്ള കാര്യത്തിൽ കമ്മിറ്റി ഇതുപോലുള്ളൊരു ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി പുറപ്പെട്ടത്. 2022 നമ്മൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും 2022 വിഷൻ ആൻഡ് മിഷൻ 24 എന്ന നാമകരണത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. തീരുമാനത്തിൽ നിന്നാണ് എടക്കുളം സൗഹൃദ കൂട്ടായ്മ എന്ന സംഘടന രൂപം കൊണ്ടത്. എടക്കുളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം ഉൾക്കൊള്ളുന്നത് എല്ലാവർക്കും ഒരുമിച്ചിരിക്കുക എന്ന ആദ്യ ലക്ഷ്യം 31 ജൂലൈ മാസത്തിൽ സാന്ദ്രം പാലിയേറ്റീവ് എടക്കുളത്തിൽ കൊണ്ടിരിക്കുന്ന ഹോം കെയർ എന്നത് സ്ഥിരമായുള്ള ഒരു നഴ്സിൻ്റെ സഹായത്തോടെ ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഇവിടങ്ങളിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരുപാട് ജീവൻ പൊലിയുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ നാം പരിപാടി ചുരുക്കി നിർവഹിക്കാൻ തീരുമാനിക്കുകയാണ്. മരണപ്പെട്ട വ്യക്തികൾക്കും കൂടി എത്തിച്ചേരേണ്ട ആദരാഞ്ജലികൾ ഇതിലൂടെ അറിയിക്കുകയാണ്. ഇനിയും ധാരാളം പരിപാടികൾ നടത്തുവാൻ അതിന് കൂടെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു ഇത് വലിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതീക്ഷ രോഗം വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ തീവ്ര മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് വളരെയേറെ നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ബോധവൽക്കരണം മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് നടക്കുന്നു. എന്നാൽ എന്നിരുന്നാലും രോഗം ബാധിച്ചു കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അതനുഭവിച്ച് തീർക്കുക എന്നുള്ളത് അവിടെയാണ് ഇഷ്ട ജനങ്ങളുടെ സ്നേഹ ജനങ്ങളുടെ സാന്ത്വനം ആവശ്യമായി വരുന്നത്. രോഗിയോടൊപ്പം ഞാനുണ്ട് എന്ന് അള്ളാഹു തന്നെയാണ് പറഞ്ഞത്. സൃഷ്ടാവായ അള്ളാഹു തന്നെ പറഞ്ഞു രോഗിയോടൊപ്പം ഞാൻ. അപ്പോൾ അതിനാണ് രോഗം അള്ളാഹു കൊണ്ടുവരുന്നതാണ് എന്നറിയാം. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ അപ്പോഴും അള്ളാഹു രോഗികളെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. രോഗിയോടൊപ്പം ഞാനുണ്ട് എന്ന് അള്ളാഹു തന്നെ പറയുമ്പോൾ ആ രോഗം വന്നതിൻ്റെ പേരിൽ അവർ തീവ്രമായ വേദന അനുഭവിക്കേണ്ടതില്ല എന്നുള്ളതന്നെ. തൻ്റെ രോഗം മാറും, തനിക്ക് ശിഫ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവനിൽ ഉണ്ടാക്കുകയാണ് അള്ളാഹുവിൻ്റെ വാക്ക്. ഇപ്പൊ രോഗിയോടൊപ്പം അള്ളാഹു ഉണ്ടാകുമ്പോൾ രോഗിയോടൊപ്പം ആ രോഗിയുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇഷ്ടജനങ്ങൾ, സ്നേഹജനങ്ങൾ അവരൊക്കെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. പാലിയേറ്റീവ് മേഖലയുടെ പ്രസക്തി അവിടെയാണ്. പലപ്പോഴും കിടപ്പ് രോഗികൾ എല്ലാവരും മറന്നു പോകുന്നൊരവസ്ഥയാണ്. ഡോക്ടർ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുറിയിലൊക്കെ ആയിരുന്നു കിടക്കുക. എന്നാലേ രോഗം അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്നു ഈ രോഗി ആ കട്ടിൽ ആരും അറിയാതെ സഞ്ചരിക്കുന്നുണ്ടാവും. പിന്നെ ആരും അറിയേണ്ടതിൻ്റെ പ്രസക്തിയാണ് ഇവിടെ സാന്ത്വനം അതിനു വേണ്ടി തയ്യാറായിരിക്കുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. എല്ലാ നിലക്കുമുള്ള ആൾക്കാരാണ്. ഇതൊക്കെ കൂടുമ്പോഴാണ് പാലിയേറ്റീവ് ക്ലിനിക്കുകളും കേന്ദ്രങ്ങളും സജീവമാവുക. ഇത് മിക്കവാറും എല്ലാം അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ പോകാറുണ്ടായിരുന്നു. പുതിയ മുസ്ലിം ലീഗിൻ്റെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ കേരളത്തിൽ അവരൊക്കെ തന്നെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ അവരതാത് രോഗികളെ സാന്ത്വനിപ്പിക്കുന്നതും ഓർക്കുന്നതിനുള്ള പരിചരണം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഏറ്റവും അഭിനന്ദനാത്മകമായ കാര്യമാണ്. ഇവിടെ എപ്പോഴത്തും പരിസരത്തും പഞ്ചായത്തിലും സജ്ജീകരിച്ചിട്ടുള്ള വിജയങ്ങളോട് എൻ്റെ വാക്കുകൾ ചിന്തിക്കുന്നു. പരിപാടികൾ ഔപചാരികമായ ഉദ്ഘാടനം ക്രിസ്ത്യൻ്റെ ബഹുമാനമായി നിശ്ചയിച്ച് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.